കുമ്പള അനന്തപുരം അനന്തപത്മനാഭ സ്വാമി ക്ഷേത്ര കോവിലിന് സമീപം വീണ്ടും മുതലക്കുഞ്ഞിനെ കണ്ട് ഞെട്ടിയിരിക്കുകയാണ് എല്ലാവരും. ബബിയാത്രി എന്ന് പേരിട്ടിരിക്കുന്ന പുതിയ മുതലക്കുഞ്ഞ് കഴിഞ്ഞ ദിവസം വൈകുന്നേരം ശ്രീകോവിലിന് സമീപമാണ് എത്തിയത്. ബബിയെ ഓർമ്മിപ്പിക്കുന്ന ആ മുതലക്കുഞ്ഞിനെ കണ്ട് പലരും അത്ഭുതത്തോടെ അതിനെ നോക്കി നിന്നുപോയി. ക്ഷേത്ര പൂജാരി സുബ്രഹ്മണ്യ ഭട്ട് വൈകുന്നേരം നട തുറക്കാൻ എത്തിയപ്പോഴാണ് കുഞ്ഞു ബബിയെ കാണുന്നത്. തുടർന്ന് അദ്ദേഹം ദൃശ്യം മൊബൈലിൽ പകർത്തുകയായിരുന്നു. ഏകദേശം 4.5 അടി നീളമാണ് മുതലക്കുഞ്ഞിന്റെ നീളം. ഏക സസ്യാഹാരിയായ ബബിയയുടെ വേർപാടിന് 2 ആണ്ട് തികയുമ്പോഴാണ് ആ സ്ഥാനത്തേക്ക് മറ്റൊരു മുതല പ്രവേശിക്കുന്നത്. ക്ഷേത്രത്തിലെ പുതിയ അതിഥിക്കും എത്രയോ മുൻപ് അവിടെ ജീവിച്ചു മരിച്ച ബബിയെ ഓർമ്മിപ്പിക്കുകയായിരുന്നു പുതിയ മുതലക്കുഞ്ഞ്. യഥാർത്ഥ ബബിയ 2022 ഒക്ടോബർ 9-നാണ് പ്രായാധിക്യം മൂലം ചത്തുപോയത്. 80 വർഷത്തോളം ബബിയ കുളത്തിലുണ്ടായിരുന്നു എന്നാണ് കണക്കുകൾ. ബബിയയുടെ മരണശേഷം മറ്റൊരു മുതല ആ സ്ഥാനത്തേക്ക് എത്തുമെന്ന് തന്നെയായിരുന്നു ആരാധകർ കരുതിയിരുന്നത്. പകരം മറ്റൊരു മുതല എത്തുമെന്ന് പ്രശ്നചിന്തയിലും കണ്ടെത്തിയിട്ടുണ്ട്. 2023 നവംബറിലാണ് ക്ഷേത്രകുളത്തിൽ വീണ്ടും മുതലക്കുഞ്ഞിന്റെ സാന്നിധ്യം അധികൃതർ അറിയിച്ചത്. ബബിയ മുതല കഴിഞ്ഞിരുന്ന കുളത്തിലെ അതേ മടയ്ക്കുള്ളിൽ തന്നെയാണ് പുതിയ മുതലയും കണ്ടെത്തിയത്. മുതല വസിക്കുന്ന ക്ഷേത്രക്കുളം എന്ന നിലയിലാണ് അനന്തപുരം ക്ഷേത്രം അറിയപ്പെടുന്നത് പോലും. ക്ഷേത്രത്തിൽ രാവിലെയും ഉച്ചയ്ക്കുമുള്ള പൂജകളുടെ ഭാഗമായ നിവേദ്യം മുമ്പുണ്ടായിരുന്ന ബബിയയ്ക്ക് ഭക്ഷണമായി നൽകിയിരുന്നു. 1945-ൽ ക്ഷേത്രത്തിൽ ഉണ്ടായിരുന്ന ഒരു മുതലയെ ബ്രിട്ടീഷ് സൈനികർ വെടിവെച്ച് കൊന്നെന്നും ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ ബബിയ ക്ഷേത്രകുളത്തിൽ പ്രത്യക്ഷപ്പെട്ടുവെന്നാണ് വിശ്വാസം. ഇന്ത്യയിലെ തന്നെ ഒരു തടാക ക്ഷേത്രമാണ് അനന്തപുരം അനന്തപത്മനാഭ സ്വാമി ക്ഷേത്രം. നിരുപദ്രവകാരിയായ ബബിയെ കാണാൻ വേണ്ടി മാത്രം പലരും ഇവിടെ എത്താറുണ്ട്. ക്ഷേത്ര നിവേദ്യങ്ങളാണ് ബബിയയ്ക്ക് ഭക്ഷണമായി നൽകിയിരുന്നത്. അതുകൊണ്ട് തന്നെയാണ് ബബിയയ്ക്ക് ഇത്ര ഫാൻസ് ഉണ്ടായതും. എന്നാൽ വിശ്വാസികൾ പറയുന്നത് പോലെ ബബിയ ഒരു സസ്യാഹാരി മാത്രമായിരുന്നില്ലെന്നും അവയ്ക്ക് കോഴിയുടെ മാംസം നൽകാറുണ്ടെന്ന വാദവുമായി നിരവധി പേർ വന്നിട്ടുണ്ട്. യുക്തിയുടെയും ശാസ്ത്രത്തിന്റെയും അളവുകോൽ അല്ലല്ലോ വിശ്വാസങ്ങൾക്കുള്ളത്. അതുകൊണ്ട് ആ വിവാദം കെട്ടടങ്ങുകയായിരുന്നു. നിങ്ങൾക്ക് ഈ കാര്യത്തിൽ എന്താണ് പറയാനുള്ളത്? ശരിക്കും ബബിയ ഒരു സസ്യാഹാരി തന്നെയാണോ, അല്ലെങ്കിൽ ക്ഷേത്രത്തിന്റെ പ്രശസ്തിക്ക് വേണ്ടി പടച്ചുവിട്ട വെറും ഒരു കഥയോ? നിങ്ങളുടെ അഭിപ്രായം എന്തു തന്നെയായാലും കമന്റ് ചെയ്യണേ. സാധാരണ മുതലയെ പോലെയല്ല ബബിയ. സാധാരണ മുതലകൾ കഴിക്കുന്നത് മാംസാഹാരമാണെങ്കിൽ ബബിയയ്ക്ക് വേണ്ടത് സസ്യാഹാരമാണ്. ക്ഷേത്രത്തിൽ നിന്നും ലഭിക്കുന്ന പടച്ചോറായിരുന്നു ബബിയയുടെ പ്രധാന ഭക്ഷണം. ക്ഷേത്ര നിവേദ്യം മാത്രമായിരുന്നു ബബിയയുടെ ആഹാരം. തടാകത്തിന്റെ നടുവിലായാണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് എന്ന് പറഞ്ഞല്ലോ. തടാകത്തിൽ എല്ലായ്പ്പോഴും വെള്ളമുണ്ടാകും. ഇവിടെയാണ് ബബിയയുടെ വാസവും. തടാകത്തിന്റെ വടക്കു ഭാഗത്തായി 2 ഗുഹകളുണ്ട്. പകൽ സമയം മുഴുവൻ ഗുഹയിലായിരിക്കും ബബിയ കഴിയുന്നത്. രാത്രിയാകുമ്പോൾ ക്ഷേത്രത്തിലേക്ക് എത്തും. മേൽശാന്തി രാത്രി നടയടച്ചു പോയാൽ ഉടനെ ബബിയ ക്ഷേത്ര സന്നിധിയിൽ എത്താറുണ്ട്. പുലർച്ചെ ഗേറ്റ് തുറക്കുന്ന ശബ്ദം കേട്ടാൽ തിരികെ തടാകത്തിലേക്ക് മടങ്ങുകയാണ് ഇതിന്റെ പതിവ്. ഇതുവരെ മനുഷ്യരെ ഉപദ്രവിച്ചിട്ടില്ലാത്ത ബബിയയെ എല്ലാവർക്കും വലിയ ഇഷ്ടമായിരുന്നു. സസ്യാഹാരം മാത്രം കഴിക്കുന്ന അക്രമാസക്തി ഒന്നും കാട്ടാത്ത ബബിയെ അത്ഭുതത്തോടെയാണ് ഭക്തർ നോക്കിക്കാണുന്നത്. 2 വർഷം മുൻപ് മുതല ക്ഷേത്രനടയിലെത്തിയത് ഭക്തർക്ക് കൗതുക കാഴ്ചയായിരുന്നു. ഈ കാഴ്ച കാണാനായി നിരവധി പേർ ഈ ക്ഷേത്രത്തിലേക്ക് എത്തിയിട്ടുമുണ്ട്. ഇനി അല്പം മുതലയെക്കുറിച്ച് പറഞ്ഞാലോ. ഉരകവർഗത്തിൽപ്പെടുന്ന ശീതരക്തമുള്ള ഒരു ജീവിയാണ് മുതല. വെള്ളത്തിലോ വെള്ളത്തിന് സമീപമോ ജീവിക്കുന്ന ഇവ കരയിലാണ് മുട്ടയിടുന്നത്. ശൽക്കങ്ങളിൽ പൊതിയപ്പെട്ടിരിക്കുന്ന ഇവയുടെ ശരീരത്തിൽ താപനില അന്തരീക്ഷ താപനിലയ്ക്ക് അനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. വളരെ കടുപ്പമുള്ളതാണ് മുതലയുടെ ശൽക്കങ്ങൾ. നദികളിലും ജലാശയങ്ങളിലും തോടുകളിലും കുളങ്ങളിലും ഒക്കെ കാണപ്പെടുന്നവയാണ് ഇവ. ഏകദേശം 5 മീറ്ററാണ് ഇവയുടെ നീളം കാണുക. കേരളത്തിൽ പറമ്പിക്കുളത്തെ ജലാശയങ്ങളും നദികളും നെയ്യാർ ജലാശയവും ഇതിന്റെ പ്രധാന ആവാസ കേന്ദ്രങ്ങളാണ്. ഇതൊക്കെയാണ് മുതലകളുടെ പൊതു സ്വഭാവമെങ്കിലും ഇതിൽ നിന്നൊക്കെ വളരെ വ്യത്യസ്തയാണ് നമ്മുടെ ബബിയ. ശാസ്ത്രീയപരമായി ചിന്തിക്കുന്നത് കൊണ്ട് തന്നെ എന്റെ മനസ്സിൽ ബബിയ ഒരു സമസ്യയാണ്. മരണാനന്തര ക്രിയകൾക്ക് പോലും ക്ഷേത്രം കാർമ്മികത്വം നൽകിയ ബബിയ ശരിക്കും സസ്യാഹാരിയാണോ? ചോദ്യങ്ങൾ അവസാനിക്കുന്നേയില്ല. ഉത്തരം കിട്ടുന്നതുവരെ ചോദ്യങ്ങൾ ആവർത്തിച്ചുകൊണ്ടേയിരിക്കും. നിങ്ങളുടെ അഭിപ്രായം എന്തു തന്നെയായാലും കമന്റ് ബോക്സിൽ എഴുതൂ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ശ്രദ്ധിക്കുമല്ലോ.